എന്റെ ചെറുപ്പക്കാരാ, വാപ്പയാരാണെന്നറിയുമോ? 4ാമത്തെ വട്ടമാണ് നബിതങ്ങളുടെ വാപ്പയുടെ പേര് പറഞ്ഞത്. വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല, ഇന്നത്തെ മക്കൾക്ക് മുഴുവനും ഉമ്മാന് മതി. മക്കൾക്ക് മുഴുവനും ഈ സദസ്സിലിരിക്കുന്ന അധികം പേർക്കും ഉമ്മാനോടാണ് സ്നേഹം. എല്ലാവർക്കും ഉമ്മ മതിയടോ. ഉപ്പാനെ ഇഷ്ടപ്പെടാത്ത മക്കളുണ്ട്, ഉപ്പാനോട് വാശി കാണിക്കുന്ന മക്കളുണ്ട്. ഉപ്പ തല്ലിയത് വെറുപ്പുള്ളത് കൊണ്ടല്ല, നീ പറയുന്നത് ഉപ്പാൻ ഇഷ്ടമില്ല എന്നാണ്. ഇല്ലടാ ചെറുപ്പക്കാരാ, നിന്റെ വാപ്പയ്ക്ക് ഉമ്മയെക്കാൾ നിന്നെ സ്നേഹിച്ചത് നിന്റെ വാപ്പയാ. വാപ്പയ്ക്ക് ആ മക്കളോട് വല്ലാത്ത സ്നേഹം. വാപ്പ തല്ലും നമ്മള്, വഴക്കു പറയും നമ്മള്. പടച്ചവനെ സ്നേഹം ഉണ്ടാ സഹോദരാ. ഉപദേശം വരുമ്പോ നമ്മൾ കുരുത്തക്കേട് കാണിക്കുമ്പോ വാപ്പ നമ്മളെ തല്ലുമല്ലോ, വഴക്കു പറയുമല്ലോ, ദേഷ്യപ്പെട്ട് റൂമിനകത്ത് കയറി വാതിലടയ്ക്കുമല്ലോ. എന്നാ ഉമ്മ രാത്രി കിടക്കാ റൂമിനകത്ത് ചെല്ലുമ്പോ വാപ്പ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഉമ്മയോട് ചോദിക്കും, അവൻ ഉറങ്ങിയോ? എന്റെ പൊന്നുമോൻ ഉറങ്ങിയോ? അവൻ വല്ല ഭക്ഷണവും കഴിച്ചോ? ഞാൻ എന്റെ മോനെ തല്ലിയല്ലോ, ഞാൻ എന്റെ മോനെ തല്ലിയല്ലോ. നീ അവന്റെ അടുക്കൽ പോയി ഒന്ന് സമാധാനിപ്പിക്കും. കുറച്ചു നേരം എന്റെ മോന്റെ കൂടെ ഒന്ന് പോയി കിടക്ക്. ഉപ്പയാടോ ഉമ്മയെ പറഞ്ഞു വിട്ടത്? ഉമ്മ വന്നതല്ല, ഉപ്പ പറഞ്ഞു വിട്ടതാ എന്റെ മോന്റെ അടുക്കം പോയി കിടക്കാൻ, അവനൊന്ന് ഭക്ഷണം കൊടുക്കാൻ. പടച്ചവനെ, ഇന്ന് അധികം മക്കൾക്കും വാപ്പാനെ വേണ്ട. വാപ്പയോട് വല്ലാത്ത ദേഷ്യം. മക്കളെ, വാപ്പ വാതലാടാ ചെറുപ്പക്കാരാ. ഉമ്മാടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നതെങ്കിലും ആ സ്വർഗത്തിൽ കയറാനുള്ള വാതിൽ വാപ്പയാ. ഉപ്പ സ്നേഹം പുറത്ത് കാണിക്കാറില്ല.